ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് വേഗം വീഡിയോ കണ്ടു നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു പാൻ ചൂടാക്കി ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടാകുമ്പം നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള അരിഞ്ഞിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞു വെച്ചതുകൊണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇത് പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത് കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ആവാനുണ്ട്. ഒരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ സവാള എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിക്ക് പകരം കുരുമുളക് പൊടി വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതിൻ്റെ പച്ച ചുവയ്ക്ക് ഒന്ന് മാറണം. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3 മുട്ട ഞാൻ പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കാം. ഇതുകൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഇനി ഞാനൊരു ചെറിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇവിടെ ഇരുന്ന് ഇതൊന്ന് തണുക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൂട്ടൊക്കെ നന്നായിട്ട് തണുത്തിരിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് മൈദാമാവ് വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മസാലക്കൂട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഉരുട്ടിയെടുക്കുന്നത് ഒരു ബോൾ ഷേപ്പിലാണ്. ഇനി നമുക്കിത് മൈദയുടെ ഇതിൽ ഡിപ്പ് ചെയ്യാം. എന്നിട്ടിത് നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസിൽ ഉരുട്ടിയെടുക്കാം. നമ്മുടെ ആദ്യത്തെ റെഡിയായി. നമുക്കിപ്പോൾ ഏത് ഷേപ്പ് വേണമെങ്കിലും ഉരുട്ടിയെടുക്കാം, അത് അവരവരുടെ ഇഷ്ടം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അങ്ങനെ ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല, കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ടവർക്ക് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ആയിട്ട് ചെയ്യാം. തീ കുറച്ച് വെക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും നമ്മുടെ സ്നാക്ക്. അങ്ങനെ നമ്മുടെ സ്നാക്കെല്ലാം റെഡി ആയിരിക്കുകയാണ്. വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയുമാണ് കഴിക്കാൻ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അടുത്തൊരു നല്ലൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബൈ.